ഞാനിപ്പോൾ വർക്കിലാന്നുള്ളത്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒന്ന് ദേവുവിനെ കാത്തു നിൽക്കുകയാണ്. കാരണം ഇന്നാണ് നമ്മുടെ ആ സേവ് ദ ഡേറ്റ് പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം കാറിൽ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഫൈനലി അവർ വന്നിട്ടുണ്ട്. വണ്ടി എടുത്തോ അവര് നമ്മളടുത്ത് ചോദിച്ച് ചാനൽ ഉണ്ടാന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടെന്നല്ല. അപ്പൊ അവരിങ്ങനെ അത് നോക്കിയിട്ട് ലാസ്റ്റ് ഒരു റിവ്യൂ പറയാൻ പറ്റുമെന്ന് ചോദിച്ചില്ല. പറയാന്ന് പറഞ്ഞു. അടിക്കേണ്ടി വരുമോ? ഒന്നും വേണ്ട. തുമ്മല് വരുന്നു. കൊരങ്ങനെ പോലെ കണ്ണടക്കാതെ നീ ചുളുക്കാതെ നീ ആയാന്ന് ചോദിക്കുന്നത്. സൺസ്ക്രീൻ പോവില്ലേ? അതൊന്നും പോകില്ല. അത് പോവും. അതിന്റെ മേലെ കോട്ടല്ലേ നീ അടിക്കുന്നത്? ചൂടെടുക്കും. അടങ്ങിയിരിയോടെ പണ്ട് നിനക്ക് ചുമരിൽ പെയിന്റ് അടിക്കണ്ടേ അല്ലേ? അടിച്ചു തരണേ മോനെ, വായിലിരിക്കണ കേൾക്കണേ. ഇത് വൈറ്റ് വാഷ് അടിച്ചാലേ വെളുക്കൂ. എന്തൊരു വൃത്തിയായിട്ടൊരു മണം. അതെന്തത്? ഒരുമാതിരി വളിച്ചമാണോ? നീ മറ്റേ സായിപ്പിനെ പോലെ അങ്ങനെ ആക്കുക. ചുണ്ടിലൊന്നാക്കല്ലോ. ഇത് തേക്കട്ടെ ഞാൻ. നീ എന്നെ തേക്കും. സെറ്റായ ഗൈസ്, എന്റെ ലുക്ക് ഞാനിന്ന്. ഇതെന്താ കഴിഞ്ഞിട്ടില്ലേ? ഇതിലിപ്പോ നോക്കൊന്നും ഫോണൊന്നും ഇല്ലേ? ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ ലുക്ക്. എങ്ങനെയുണ്ട്? ഇവിടെ കുറെ പുട്ടി വാരി ഇട്ടിട്ടുണ്ടെങ്കിലും നൈസ് ആയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ദേവുവിനെ കാണിച്ചിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. എന്താ കുട്ടി ഇതാ പിന്നെ പൊളിക്കണ്ടേ? എന്ത് ഓവറൊന്നല്ല, നേരിട്ട് കാണുമ്പോ ഒരു ഇത് ഇല്ല ഇല്ല, നല്ല രസമുണ്ട്. എങ്ങനെ ഇട്ടാല് അത്യാവശ്യം നമ്മൾ ക്യാമറയിലെല്ലാം നല്ല ലുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ദേവനെ കണ്ടില്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഗൈസ്, അപ്പൊ നമ്മുടെ ക്യാമറാമാനും അസിസ്റ്റന്റും കൂടി നടന്നു പോകുന്നുണ്ട്. നമുക്ക് ബീച്ചിൽ ഫസ്റ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വേറൊരു പ്ലേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. യെസ്, അത്ഭുത ദ്വീപിൽ മറ്റൊരു അവനെ കണക്കിരിക്കണേ. ഗൈസ്, അപ്പൊ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിയാൻ വേണ്ടി പോവാണ്. നിങ്ങളെ എന്തിനാണ് പറഞ്ഞോണ്ടിരിക്കണേ? നിങ്ങൾ എന്തിനാ പറഞ്ഞോണ്ടിരിക്കണേ? മാരത്തോൺ ഓടുന്ന ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവളോട് ഓടാൻ പറഞ്ഞാല് നേരെ അങ്ങോട്ട് ഓടിക്കോളാ. നിക്കണവിടെ ഇവള് ഈ കുറ്റിക്കാട്ടിലേക്കാ പോകുന്നത്. ഞാൻ നല്ല കൃത്യമായിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവളാണ് അയ്യോ ഗൈസ് അടുത്ത തുടങ്ങി. എടുത്തു വെച്ചേക്ക, എപ്പിക്കായിരിക്കും. ചാടാൻ പോവുകയാണ് ഗൈസ്. അതെന്തൊരു സാധനം അത്? ഇത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഉണ്ടൂലേ? ഊമയാ? 18+, വേണ്ട. അമ്മ അതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോ പോവും. എനിക്കിതിങ്ങനെ കറക്റ്റ് ആക്കിട്ട് ഇങ്ങനെ ആക്കിയാ മതിയല്ലേ, എളുപ്പാണല്ലോ. ഇതേ ഇതിന്റെ എല്ലാ കണ്ടിന്യൂഷൻ ഇപ്പൊ ബീച്ചിലാണ് നടക്കുന്നത്. ബീച്ചിൽ എന്തിനു വീഴണം? അങ്ങനെ വീഴണം. മുന്നേ പിന്നെ നിങ്ങൾ തിരിച്ചു കിട്ടൂല. കണ്ട കാട്ടിലും പുല്ലിലും എല്ലാം കേട്ടിട്ട് ചൊവ്വീരാണ് വേല് മൊത്തം. കൈയെല്ലാം കേട്ടോ. റോക്കി ബോയ് നിക്കണ മറ്റേ ഗോൾഡ് ഉണ്ട്. ഗ്യാസ് എടുക്കാനാണ് പോയത്. ഗ്യാസ് കയറി എടുത്തില്ല, LPG കൊണ്ടുപോവാ ഗ്യാസ്. എയറിൽ കയറി, കാട്ടിൽ കയറി, കടലിൽ ഇറങ്ങി.
രണ്ടെണ്ണം എടുക്കും പടമാവും. ഡാൻസ് സ്റ്റെപ്പാണ്. ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഡാൻസ് കളിക്കാൻ. എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. എന്താ കൊറേ ഷോർട്ട് ആണെന്നാണ് ഒരു സംശയം. ശരിയാവോ അല്ലേ? നമ്മളെ ഡാൻസ് നമ്മള് ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇത് ഡാൻസേഴ്സിന്റെ ഇതാണ്. ഒരു പ്രൊഫഷണൽ ഡാൻസറും കഴിച്ചിട്ട് വരാം. വിശപ്പ് മാറിയോ? ചായ ഗ്യാസില്ലാത്തത് എഫക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ടേസ്റ്റുള്ള ഫുഡാണ്. പക്ഷെ കാപ്പിയും ചായ ഇല്ല. വിറകടുപ്പായോണ്ട് അവരങ്ങ് മാനിക്കണം അല്ലേ? ഇതെല്ലാം കഴിച്ചതിന് ഇനി നമ്മൾ എല്ലാരും കൂടി നേരെ അടുത്ത കൊട്ടാരത്തിലേക്ക് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അരി മാറ്റണം, ഫോട്ടോ എടുക്കുക, 2 മണിയാകുമ്പോൾ ഇറങ്ങുക. 2 മണിക്ക് ഇറങ്ങിയാൽ വേണം. ഈ ഫോട്ടോ എടുപ്പ് മാത്രമേ ഉള്ളൂ, ചടങ്ങും കൂടി ഉണ്ട് അതിനിടയിൽ. അതൊക്കെ മതി ഫോട്ടോ. പാലമ്പഴം ഉണ്ട്, അത് വിട്ടുപോയി. നിങ്ങൾ തളർന്നു വന്നിരിക്കും വിശപ്പെടുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോ? പെണ്ണും ചെറുക്കനും ആദ്യമായിട്ട് കാണുന്ന കല്യാണ സമയത്തായിരിക്കും. അപ്പോഴാദ്യമായിട്ട് അവര് കാണുമ്പോ മധുരം പങ്കിടാൻ വേണ്ടിയിട്ടാണ് പാലും പഴവും കൊടുക്കണം. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ സേവ് ദ റൈറ്റിന് കാണും, അല്ലാതെ കാണും. പണ്ടത്തെ കണക്കല്ലല്ലോ. ഇത് തുറക്കുമ്പോ ഒരു മധുരത്തിൽ തുടങ്ങട്ടെ. പശുവിന്റെ പാല്, പശു ഒരു ഗോമാതാവ്. അതായത് ഇത് ഗോമാതാവ്. രണ്ടാമത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഈ കൊട്ടാരം. ഞാൻ ഈ തണലിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങളാരും നോക്കണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും, മൊത്തം വേർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടച്ചപ്പ് എല്ലാം ചെയ്ത് മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നമ്മളൊരു ഡാൻസ് പ്ലസ് ഒരു നാടൻ വൈബിൽ പിടിക്കേണ്ട ഒരു സാധനമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ദേവ് കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഞാൻ ജസ്റ്റ് ഒരു മുണ്ട് നീല, ഇത് അവളും നീലേൻ്റെ തന്നെ ഒരു കോമ്പോസിഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ട്, ശരിക്കും നല്ല രസമുണ്ട്. എനിക്ക് മുഖത്ത് കുറച്ച് ടച്ചിപ്പും കൂടി ചെയ്തു തരുക. മതിയടേ, മതി. ആ ഞാന് കമ്മല് എടുത്തോണ്ട് വന്നില്ല. എല്ലാ കമ്മലും എടുത്ത് വെച്ച് ഞാൻ എല്ലാ ബോക്സും ബാഗിൽ വെച്ച് ഇവളെടുത്ത് വെളിയിൽ വെച്ച് എന്നിട്ട് അവിടെ വെച്ചിരിഞ്ഞ് പോകുന്നു. നല്ല മോള് ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടാ. നമ്മള് രണ്ടാളും കൂടി ഇനി അടുത്ത ഷൂട്ടിനുള്ള പ്രിപ്പയറിലായി വന്ന് നല്ല വെയിലായിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ നമുക്ക് തീർക്കണം. എന്തായാലും ഇപ്പൊ ഷൂട്ടിന്റെ ചെറിയ ചെറിയ ക്ലിപ്സ് കാണിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. നമ്മളെന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാം. എന്നാലും ഈ മുഖം തന്നെ നിങ്ങൾ ഇപ്പൊ നോക്കി വെച്ചോ. ഈ മുഖം മാറുന്ന നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ തന്നെ നിൽക്കും. എന്തുകൊണ്ടാന്നുള്ളത് അറിയാലോ. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇങ്ങനത്തെ ഫേസ് നിങ്ങൾ മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ അളിഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാം ഗൈസ്, ഈ ഒരു കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ നെഗറ്റീവ് ഇട്ടുകൂടാന്നല്ലേ. നമ്മൾ പൈസ കൊടുക്കുന്ന ഏതൊരു സ്ഥലത്തിലാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറയാം. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഈ നടക്കുന്ന പാതയിൽ മാത്രമേ അവരവിടെ വെച്ചിട്ടുള്ളൂ. ക്യാമറമാന് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമുക്ക് രാവിലെ നമുക്കൊരു 6:30 മുതൽ ഒരു 8:30 മണി അല്ലെങ്കിൽ 8 മണി വരെ നമുക്ക് ഒരു കോസ്റ്റ്യൂമിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് വെയിൽ വരും, നല്ല കട്ട വെയിലായിരിക്കും. രണ്ടാമത്തെ കോസ്റ്റ്യൂം മാറുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയും കാപ്പിയൊക്കെ കുടിച്ച് 9:30-10 മണി ടൈം എന്തായാലും ആവും. ഇപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വെയിലാവും. പിന്നെ ഇവിടെ കൊട്ടാരത്തിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. ചുറ്റിനും ഗാർഡൻ ഉണ്ടെങ്കിലും അവിടെ ഈ കയറ് കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ വഴിയിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പോരായ്മ ഇവിടെ ഉണ്ട്. കയറും കിട്ടി എന്തോന്നാണ് ഫോട്ടോഗ്രാഫർ വണ്ടി തൊടാനെങ്കിലും ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെത്. അതായത് അടപട്ടലം അതെ. പക്ഷെ എന്നാലും നമ്മള് പറ്റുന്ന പോലെ കുറച്ചെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടല്ല. എല്ലാം മോശമല്ല, കുറച്ച് ക്ലിപ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാരാ ഈ സ്ഥലം കണ്ടുപിടിച്ച ആരാ? ഇവിടെ ഒരുത്തിക്കാണെങ്കിൽ കാറിൽ പോകുമ്പോൾ വാള് വെക്കല്. പക്ഷെ വാള് വെച്ചില്ല ഒന്നും.
അതായത് ഇവക്ക് എ സിയിൽ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ കാണുന്നില്ലേ, ഷൂട്ട് കഴിഞ്ഞതിന്റെ ക്ഷീണമല്ലേ ഇവക്ക്, കാറിലിരുന്നതിന്റെ ക്ഷീണം കൊണ്ട് ക്ഷീണം പിടിച്ച ഒരാളാണ് ഇവള്. പാവം. അടച്ചിട്ട് അടച്ചിട്ട് എ സിയിൽ ഇരിക്കാൻ പറ്റൂല. മന്ദാരോ എങ്ങനെയുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സേവ് ദ ഡേറ്റ്? രാവിലത്തെ അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള മോഡേൺ ടൈപ്പ് ആ വൈറ്റ് ഡ്രസ്സ് എടുത്തില്ല, നല്ല കിട്ടില്ല സാധനമാണ്. അതിൽ ആ സംഭവം നല്ല കിട്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് വന്നതിൽ ഡാൻസ് നന്നായിട്ട് കളിച്ചു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ല, അവിടെ ഒന്നാമത് ഫുൾ റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റൂല. അതിന്റെ മെയിൻ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഒന്നാമത് പൊരിയണ ചൂടും ഈ വെയില് തോട്ടം വെക്കാം, ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തില് ഒരു സുഖമില്ല. അകത്ത് കയറിയെങ്കിൽ പിന്നെ കൊള്ളായിരുന്നല്ലേ. അകത്ത് കയറി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്ന് വെച്ചാല് ഫോണേ ഉപയോഗിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്നത് ഈ ക്യാമറ രണ്ടിലും ഉണ്ടല്ലോ, പ്രൊഫഷണൽ ക്യാമറയുണ്ട് ഫോണിലെ ക്യാമറയുണ്ട്, രണ്ടിന്റെ പർപ്പസ് ഒന്നല്ലേ? പിന്നെന്ത് അകത്ത് കയറ്റൂല, ഫോണിലെങ്കിൽ എല്ലാവർക്കും കൊടുത്താ പോരി. ഇപ്പൊ പോട്ടെ, എന്നാലും കുഴപ്പമില്ല, എഡിറ്റ് ചെയ്ത് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. പക്ഷെ ഗായ്സ് ഈ വീഡിയോ എപ്പോ വരുന്നതെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റൂല. കാരണം ഈ വീഡിയോ വരുമ്പോ ഒരു മെയ് കല്യാണം അടുത്താവും തോന്നുന്നല്ലേ. കല്യാണം അടുപ്പിച്ചിട്ട് മാത്രമേ ഇതെന്തായാലും റിലീസാക്കാനുള്ള ചാൻസ് ഉള്ളൂ. അതിനിടയിൽ എന്തായാലും ഞാൻ എൻ്റെ സോളോ ടൈപ്പ് സാധനങ്ങൾ എന്തായാലും വരും. അതായത് ഇവള് ഇൻക്ലൂഡ് ആവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കുറെ പോസിബിലിറ്റി കുറവാണ്. ഇനിയിപ്പോൾ ഹൽദി അങ്ങോട്ടുള്ള സമയത്ത് വരും, അതെല്ലാം അങ്ങോട്ടാണ് ഉള്ളത്. ഇപ്പം ഇവിടെ അടഞ്ഞിരിക്കുന്നത് ഗൈസ്. ഇനി എന്തെങ്കിലും പോയിട്ട് ജസ്റ്റ് പോയി ഫ്രഷൻ അപ്പ് ആയിട്ടുണ്ടല്ലോ, ഞാൻ നല്ലത്.